പറവൂർ ചേന്നമംഗലത്ത് കൂട്ടക്കൊലപാതകം നടന്ന വീട്ടിൽ ഫോറൻസിക് വിഭാഗം ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. കൊല ചെയ്യപ്പെട്ടവരുടെ സംസ്കാരം നടന്നു. ചാലക്കുടിയിൽ നടുറോഡിൽ നിലയുറപ്പിച്ച മുറിവാലൻ പിടിയാനയെ കാടുകയറ്റി. മലക്കപ്പാറ റോഡിൽ പെരുമ്പാറയ്ക്ക് സമീപം നടുറോഡിൽ നിലയുറപ്പിച്ച ആനയാണ് ആശങ്ക പരത്തിയത്. ഭാര്യയെ കമന്റടിച്ചത് ചോദ്യം ചെയ്ത ഭർത്താവിനെയും മകളെയും ബൈക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പുല്ലൂറ്റ് പൊയ്യപ്പറമ്പിൽ അഖിൽ രാജിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പറവൂർ ചേന്നമംഗലത്ത് കൂട്ടക്കൊലപാതകം നടന്ന വീട്ടിൽ ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. പ്രതി ആക്രമിക്കാൻ ഉപയോഗിച്ച ഇരുമ്പുവടിയും കത്തിയും പരിശോധനയിൽ കണ്ടെത്തി. വ്യാഴാഴ്ച വൈകിട്ട് 6:30 ചേന്നമംഗലം കിഴക്കപ്പുറം പേരെപ്പാടത്താണ് കൊലപാതകം നടന്നത്. കാട്ടിപ്പറമ്പിൽ വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരെയാണ് പ്രതി ഋതുവിന്റെ ആക്രമണത്തിൽ മരിച്ചത്. ഇവരുടെ സംസ്കാരം വൈപ്പിൻ ഓച്ചാംതുരത്ത് പൊതുശ്മശാനത്തിൽ നടന്നു. വിനീഷയുടെ ഭർത്താവ് ജിതിൻ ബോസ് ഗുരുതര നിലയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിന് ശേഷം വടക്കേക്കര പോലീസിൽ കീഴടങ്ങിയ പ്രതി കണിയാമ്പറമ്പിൽ ഋതുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷണം ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാണ് ഋതു. ചാലക്കുടിയിൽ നടുറോഡിൽ നിലയുറപ്പിച്ച മുറിവാലൻ പിടിയാനയെ കാടുകയറ്റി. ആനയ്ക്ക് പ്രായാധികമെന്ന് വനം വകുപ്പ്. മലക്കപ്പാറ റോഡിൽ പെരുമ്പാറയ്ക്ക് സമീപം നടുറോഡിൽ നിലയുറപ്പിച്ച ആനയാണ് ആശങ്ക പരത്തിയത്. അക്രമ സ്വഭാവമൊന്നും കാണിച്ചിരുന്നില്ലെങ്കിലും ഇരുവശത്തും വാഹനങ്ങൾ കുടുങ്ങിക്കിടന്നു. ആനയ്ക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണ് വിലയിരുത്തൽ. ഉച്ചയോടെ ആനയെ കാട്ടിലേക്ക് കയറ്റിവിട്ടു. ആളുകൾ വാഹനങ്ങളിൽ നിന്നിറങ്ങി ഫോട്ടോയെടുക്കാൻ ശ്രമം നടത്തിയതും ആശങ്കയുണ്ടാക്കി. ആന കാടുകയറിയെങ്കിലും നിരീക്ഷണം തുടരുമെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കിയത്. പോട്ട മിനി മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെൽനസ് സെന്ററിനായി 10 സെന്റ് സ്ഥലം അനുവദിക്കാനുള്ള ചാലക്കുടി കൗൺസിൽ അജണ്ട പ്രതിപക്ഷ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ചു. മിനി മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 10 സെന്റ് സ്ഥലം വക മാറ്റി വെൽനസ് സെന്ററിനായി മാറ്റുന്നതിന് പകരം ചാലക്കുടി നഗരസഭയുടെ പ്രഥമ ചെയർമാൻ നഗരസഭയ്ക്ക് സംഭാവന ചെയ്ത 17 സെന്റ് സ്ഥലവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസ് നഗരസഭയ്ക്ക് അനുകൂലമായി കീഴ്ക്കോടതി വിധി വരികയും ഈ സാഹചര്യത്തിൽ പ്രസ്തുത സ്ഥലത്ത് വെൽനസ് സെന്ററിന്റെ ആരംഭിക്കുകയുമാണ് വേണ്ടതെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ഭരണപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡറും മുൻ ചെയർമാനും നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ പ്രതിപക്ഷ ആവശ്യം ശരിവെക്കും വിധം കൗൺസിൽ യോഗത്തിൽ സംസാരിച്ചതോടെ ചെയർമാൻ അജണ്ട മാറ്റിവെക്കുന്നതിന് നിർബന്ധിതനായി. നഗരസഭ ചെയർമാൻ ചേംബറിൽ മുൻ നഗരസഭ അധ്യക്ഷന്മാരുടെ ഫോട്ടോകളോടൊപ്പം സ്ഥാപിച്ചിരുന്ന ചാലക്കുടി പഞ്ചായത്തായിരുന്നപ്പോൾ പ്രസിഡന്റായിരുന്ന PT ശങ്കരൻ എമ്പ്രാന്തരിയുടെ ഫോട്ടോ എടുത്തു മാറ്റിയ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയ പ്രതിഷേധത്തിനൊടുവിൽ ശങ്കരൻ എമ്പ്രാന്തരിയുടെ ഫോട്ടോ പുനഃസ്ഥാപിക്കാനും തീരുമാനിച്ചു. പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ്, VJ ജോജി തുടങ്ങിയവർ സംസാരിച്ചു. സർക്കസിൽ അന്നം തേടുന്ന കുടുംബത്തോട് കനിവ് കാട്ടാതെ കാഴ്ചക്കാർ. കൊടുങ്ങല്ലൂർ താലപ്പൊലി മഹോത്സവത്തിൽ സർക്കസ് അഭ്യാസങ്ങളുമായി എത്തിയ പാവപ്പെട്ട കുടുംബത്തിനാണ് ഈ ദുരനുഭവം. 3/4 മണിക്കൂറോളം നീളുന്ന അഭ്യാസങ്ങൾ ചുറ്റും കൂടി നിന്ന് ആസ്വദിക്കാൻ ആളേറെയുണ്ട്. എന്നാൽ അവരിൽ പകുതി പേർ പോലും ആ പാവപ്പെട്ട കുടുംബത്തിന് ഒന്നും കൊടുക്കാതെ പിരിഞ്ഞു പോകുന്നതാണ് കാണാനാകുന്നത്. ദൈന്യതയുടെ കൈനീട്ടിയെത്തുന്ന പെൺകുട്ടി ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി പാത്രത്തിൽ പണമിടുന്ന ഉദാരമതികളും കാഴ്ചക്കാരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ചിലർ ഒന്നും നൽകാതെ നിഷ്കരുണം മുഖം തിരിക്കുന്നതും കാണാനായി. സീസണിൽ വരുന്ന ഉത്സവ പറമ്പുകളിലെത്തി സർക്കസിലൂടെ ജീവിതമാർഗം തേടുന്ന കുടുംബത്തിലെ 5ാം തലമുറയാണ് പതിവ് തെറ്റാതെ കൊടുങ്ങല്ലൂരിൽ എത്തിയിട്ടുള്ളത്. പാലക്കാട് നിന്നുള്ള പരമ്പരാഗത സർക്കസ് ഇനങ്ങൾ കാണിക്കുന്ന കുടുംബം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലാണ് പ്രകടനം നടത്തുന്നത്. ഭാര്യയും ഭർത്താവും പെൺകുട്ടി ഉൾപ്പെടെ 3 മക്കളും ഉൾപ്പെടുന്ന കുടുംബമാണ് അഭ്യാസങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. ആൺമക്കളിൽ ഒരാൾ കോളേജ് വിദ്യാർത്ഥിയും മകൾ 9ാം ക്ലാസ്സിലും പഠിക്കുകയാണ്. ഒരു മകൻ 10ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി. എല്ലാവരും കൂടി സർക്കസ് കളിച്ചാൽ കഷ്ടി കുടുംബം കഴിയാൻ എന്തെങ്കിലും കിട്ടുമെന്ന് പിതാവ് പറഞ്ഞു. തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി വീണ്ടും ഏഴാറ്റുമുഖം പ്ലാന്റേഷൻ ഭാഗത്തെത്തി. കാട്ടാനക്കൂട്ടത്തിന്റെ സംരക്ഷണത്തിലാണ് കുട്ടിയാന. 4 മാസം മുമ്പാണ് തുമ്പിക്കൈ ഇല്ലാത്ത ആനക്കുട്ടിയെ അതിരപ്പള്ളി മേഖലയിൽ ആദ്യമായി കാണുന്നത്. തുടർന്ന് വനപാലകരുടെ നിരീക്ഷണത്തിലായിരുന്നു.
സ്വന്തമായി ഭക്ഷണം എടുക്കാനുള്ള പ്രാപ്തി ആനക്കുട്ടിക്കുള്ളതായി നിരീക്ഷണത്തിൽ തെളിഞ്ഞിരുന്നു. ആനക്കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ബന്ധപ്പെട്ടവർ നൽകുന്ന വിവരം. ജന്മനാ തുമ്പിക്കൈ ഇല്ലാത്തതാണോ അതോ ഏതെങ്കിലും മൃഗങ്ങളുടെ ആക്രമണത്തിൽ തുമ്പിക്കൈ നഷ്ടമായതാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ലഭിച്ചിട്ടില്ല. ഭാര്യയെ കമന്റ് അടിച്ചതിന് ചോദ്യം ചെയ്ത ഭർത്താവിനെയും മകളെയും ബൈക്കിടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പുല്ലൂറ്റ് പൊയ്യപ്പറമ്പിൽ അഖിൽ രാജിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ അറസ്റ്റ് ചെയ്തത്. സ്കൂട്ടറിൽ പോവുകയായിരുന്ന കാവിൽക്കടവ് സ്വദേശി ഉണ്ണികൃഷ്ണനെയും സ്കൂൾ വിദ്യാർത്ഥിനിയായ മകളെയുമാണ് ഇയാൾ ബൈക്കിടിച്ച് വീഴ്ത്തിയത്. അപകടത്തിൽ പെൺകുട്ടിക്ക് സാരമായി പരിക്കേറ്റിരുന്നു. സുഹൃത്തുക്കളോടൊപ്പം ക്ഷേത്ര ദർശനത്തിന് പോകുകയായിരുന്ന ഉണ്ണികൃഷ്ണന്റെ ഭാര്യയെ അഖിൽ രാജ് കളിയാക്കിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് പ്രതി മനഃപൂർവ്വം അപകടം സൃഷ്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ കൊടുങ്ങല്ലൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഇനി മറ്റു വാർത്തകളിലേക്ക്. മാള ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. വിസ്മയം എന്ന പേരിൽ സംഘടിപ്പിച്ച കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്ന് സമൂഹത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ മുഖ്യധാരയിലേക്ക് നമ്മുടെ കൊച്ചുമക്കളെ എത്തിക്കേണ്ട ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇതിന്റെ ഭാഗമായി പല ഇടങ്ങളിലും ഇവർക്ക് വേണ്ടി വേദികൾ ഒരുക്കുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പഞ്ചായത്ത് തലത്തിൽ ഇങ്ങനെയുള്ള ദിനാഘോഷങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇന്നലെ അംഗൻവാടി കലോത്സവം നടന്നു. ഈ സദസ്സ് തിങ്ങി നിറഞ്ഞ കുട്ടികളും രക്ഷകർത്താക്കളായിരുന്നു. നമുക്ക് വളരെ അഭിമാനവും സന്തോഷം തോന്നി. അതേപോലെ തന്നെയാണ് ഇന്ന് ഇപ്പം 40 പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാവരുടെ എത്തിയിട്ടില്ല. അവരുടെ വിദ്യാഭ്യാസത്തിനോടൊപ്പം പഞ്ചായത്തിൽ നിന്ന് നമ്മുടെ ഭരണസമിതി അവരുടെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സ്കോളർഷിപ്പും സഹായോപകരണങ്ങൾ മറ്റു തരത്തിൽ പലതരത്തിലും അവരെ പരിപോഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സിനി ബെന്നി, പഞ്ചായത്ത് അംഗം ലിസി സേവ്യാർ, അമ്പിളി സജീവ്, സാബു പോൾ എടാട്ടുകാരൻ എന്നിവർ സംസാരിച്ചു. ദേശീയപാത നിർമ്മാണത്തിൽ അധികാരികൾ കൊടുങ്ങല്ലൂരിലെ ജനങ്ങളോട് നടത്തുന്ന അവഗണനയ്ക്കെതിരെ എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ ദീപം തെളിയിക്കൽ നടത്തി. കർമ്മസമിതി ചെയർമാൻ RM പവിത്രൻ ആദ്യ ദീപം തെളിയിച്ചു. ജനറൽ കൺവീനർ KK അൻസാർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ CS സുമേഷ്, ശാലിനി വെങ്കടേഷ്, രശ്മി ബാബു, കർമ്മസമിതി ഭാരവാഹികളായ KC ജയൻ, P സുരേഷ് എന്നിവർ സംസാരിച്ചു. കലാദേവി സുധൻ, VA സുശീൽ കുമാർ, CS മുരളീധരൻ, TT വേണു, NS ഉണ്ണികൃഷ്ണൻ, V ശ്രീധരൻ നായർ, EC പ്രസന്നൻ എന്നിവർ നേതൃത്വം നൽകി. ദീപം തെളിയിക്കൽ സമരത്തിൽ നിന്നും വിട്ടുനിന്നതായി CPM-ഉം കോൺഗ്രസും അറിയിച്ചു. എടവിലങ്ങിൽ ഓട്ടുരുളുകൾ മോഷ്ടിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നാടോടി സംഘങ്ങളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം. പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളിലുള്ള 3 സ്ത്രീകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പൊടിയൻ ബസാർ ഏരാശ്ശേരി മധുവിന്റെ വീട്ടിൽ നിന്നുമാണ് 3 വലിയ ഓട്ടുരുളികൾ മോഷ്ടിച്ചത്. മധുവും ഭാര്യയും ജോലിക്ക് പോയ സമയത്ത് പട്ടാപ്പകലായിരുന്നു മോഷണം. വീടിന്റെ പിറകുവശത്തുള്ള വിറകുപുരയിൽ സൂക്ഷിച്ചിരുന്ന ഓട്ടുരുളികളാണ് മോഷ്ടിച്ചത്. ആനപ്പാറ അണ്ണലൂർ വിജയഗിരി പബ്ലിക് സ്കൂളിൽ ഇക്കോ ആൻഡ് സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഡെസ്ക് ടു ഡിഷ് എന്ന പാചക പരിശീലന കളരി നടത്തി. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തന്നെ പാചക അനുഭവവും പരിശീലനം നൽകുന്നതിനും വീട്ടിലുണ്ടായിരുന്ന ഭക്ഷ്യവസ്തുക്കളുടെ മേന്മ മനസ്സിലാക്കി കൊടുക്കുന്നതിനുമായാണ് പാചക പരിശീലന കളരി സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ NM ജോർജ് സംസാരിച്ചു. 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ വിവിധ രുചിഭേദങ്ങളുടെ കറികൾ പാചകം ചെയ്ത് സദ്യയൊരുക്കി. Good morning and welcome to today's Vijayagiri program Desk to Dish. This program highlights the values which our authentic food keeps. As obesity rates go skyrocketing off of roofs and people are busier than ever, accessible food like fast foods are often chosen over healthy and homely food. This can spark a crisis, and there are numerous health problems because of lacking food consumption.
we need specific nutrients, and those nutrients aren't available in these high-made, very oily and unhealthy foods. We often forget the rich, healthy and homely food our mothers make at our homes. These traditional foods harbor the necessary vitamins, nutrients and minerals which we need. കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചലച്ചിത്ര പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണവും ഗാനാർച്ചനയും സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത്, ഗായകൻ സുധീഷ് ചാലക്കുടി, C ശശിധരൻ, അന്നമനട സുരേഷ്, ഡോക്ടർ TL സുനിൽ, ഡോക്ടർ KO ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ജർമ്മനി ആസ്ഥാനമായ CBSL ടെക്നോളജിയുടെ ചീഫ് ടെക്നിക്കൽ ഓഫീസറും സഹസ്ഥാപകനുമായ ആർവിൻ സർവസ് പൂപ്പത്തി സരസ്വതി വിദ്യാലയത്തിൽ സന്ദർശനം നടത്തി കുട്ടികളുമായി സംബന്ധിച്ചു. You heard some words from my side. I'm since 30 years in this business, and I know India from when I was very, very often in India, in Delhi, Mumbai, in Kolkata, and Bengaluru, Chennai. But I'm the first time here in Kerala, and it is such a wonderful. One thing what I do, I visit really nice friends, and therefore I'm here. I do vacation, but വിദ്യാലയം പ്രസിഡന്റ് പ്രതാപ് ഇലത്ത്, സെക്രട്ടറി സുധാർജനൻ, പ്രിൻസിപ്പൽ ബിന്ദു ശിവദാസ്, ശശിധരൻ അമുക്കേറി, പ്രഹ്ലാദൻ, ജയസേനൻ നടുമുറി എന്നിവർ സംസാരിച്ചു. കാട്ടിൽ കടമ്പിന്റെ കൊമ്പത്തുകാൽ തൂക്കിയിട്ടിരുപ്പാണു രാധ, താഴെ പടിഞ്ഞിരുന്നേകാഗ്രമായതിൽ കോലരയ്ക്കും ചാറു ചേർപ്പു കണ്ണൻ, കോലും കുഴലും നിലത്തു വച്ചും മയിൽ പീലി ചായും നെറ്റി വേർപണിഞ്ഞും. Thanks a lot. Is it allowed to make a photo with you on this wall? I want to make a photo with you. Thanks a lot. Thanks a lot. പ്രധാന വാർത്തകൾ വീണ്ടും. പറവൂർ ചേന്നമംഗലത്ത് കൂട്ടക്കൊലപാതകം നടന്ന വീട്ടിൽ ഫോറൻസിക് വിഭാഗം ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. കൊല ചെയ്യപ്പെട്ടവരുടെ സംസ്കാരം നടന്നു. ചാലക്കുടിയിൽ നടു റോഡിൽ നിലയുറപ്പിച്ച മുറിവാലൻ പിടിയാനയെ കാടുകയറ്റി. മലക്കപ്പാറ റോഡിൽ പെരുമ്പാറയ്ക്ക് സമീപം നടു റോഡിൽ നിലയുറപ്പിച്ച ആനയാണ് ആശങ്ക പരത്തിയത്. ഭാര്യയെ കമന്റടിച്ചത് ചോദ്യം ചെയ്ത ഭർത്താവിനെയും മകളെയും ബൈക്കടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പുല്ലൂറ്റ് പൊയ്യപ്പറമ്പിൽ അഖിൽ രാജിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.